Okay, ladies and gentlemen, ഞാൻ രഞ്ജിനി ഹരിദാസ് ആൻഡ് ഇന്ന് ഈ മനോഹരമായ വിദ്യാരംഭത്തിന്റെ ഈ ദിവസം വളരെ സന്തോഷമായ ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. പരിചയമുള്ള എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ഗസ്റ്റ് ആണ് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചെത്താൻ ഒരു കാരണമുണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികൾ തല ഉയർത്തി അഭിമാനത്തോടെ നെഞ്ച് വിരിച്ച് ലോകമെമ്പാട് നടക്കുകയാണ്. ബിക്കോസ് മലയാളം സിനിമ ഈസ് മേക്കിംഗ് അസ് പ്രൗഡ് അല്ലേ. അങ്ങനത്തെ അമേസിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അബ്സല്യൂട്ട്ലി സ്പെക്ടാക്യുലർ മൂവീസ് ആയിട്ടാണ് നമ്മളുടെ ഈ വണ്ടർഫുൾ ആൾക്കാർ എത്തുന്നത്, ഈ ക്രിയേറ്റീവ് സോൾസ് എത്തുന്നത്, മലയാളം സിനിമ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാൻ അതിൻ്റെ ഒരു വണ്ടർഫുൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂട്ടാൻ വേണ്ടി വി ഹാവ് യെറ്റ് അനദർ ഗ്രേറ്റ് തിങ് ഹാപ്പനിങ്. ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ്. ആൻഡ് മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറെ നല്ല സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നതും. ഏറ്റവും വലിയ ആഗ്രഹം ഇവരുടെ എന്ന് പറയുന്നത് നല്ല സിനിമകൾ ചെയ്യുക. ഇൻഫാക്ട് ഏറ്റവും നല്ല സിനിമകൾ കണ്ട് ശീലിച്ച ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. വി ആർ ദ ബെസ്റ്റ് ഓഡിയൻസ് ടു ജഡ്ജ് എ ഗുഡ് ഫിലിം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി എത്തുമ്പോൾ ചുമ്മാ അവരുടെ ലോഞ്ച് മാത്രം ചെയ്തല്ല അവർ വരുന്നത്, ഒരു സിനിമ കൂടെ അവർ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. സോ ടുഡേ വി ഹാവ് ദ ലോഞ്ച് ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി, അതിന്റെ കൂടെ തന്നെ ദി അനൗൺസ്മെന്റ് ഓഫ് ദെയർ ഫസ്റ്റ് ഫിലിം. സോ ഒരു ഡബിൾ ധമാക്കയാണ്. നല്ലൊരു കൈയടി തന്നെ ഈ ഒരു അവസരത്തിൽ വേണം. ബിക്കോസ് അവരുടെ ആഗ്രഹം ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയ ഒരു ദിവസമായി മാറും. മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി മാറും നമ്മുടെ മാജിക് ഫ്രെയിംസ് പോലെ അല്ല ലിസ്റ്റിൻ. ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല, അതൊരു വലിയ സംഭവം തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം ചിലപ്പം എല്ലാം നന്നായി നടന്നാൽ ഗ്രേറ്റ്, നന്നായി നടന്നില്ലെങ്കിൽ നോട്ട് സോ ഗ്രേറ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാം. അതിനെ പറ്റിയ കുറച്ച് ആൾക്കാർ നമ്മളുടെ കൂടെ ഇവിടെയുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്ന ആളെയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൾ ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി. നമ്മുടെ പ്രൊഡ്യൂസറായ ദ വണ്ടർഫുൾ ആമിർ പള്ളിക്കലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആമിറിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ള എല്ലാവർക്കും ആമിറിനെ പരിചയമുണ്ട്. പക്ഷെ ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ മുന്നിൽ ആമിർ ആദ്യം എത്തിയത്. ആയിഷ എന്ന ചിത്രം അല്ലേ, മഞ്ജു വാര്യറിന്റെ അബ്സല്യൂട്ട്ലി സ്പെക്ടാക്യുലർ ആയ ഒരു പെർഫോമൻസ് ആണ് ആയിഷ എന്ന ചിത്രത്തിലൂടെ ആമിർ നമുക്ക് സംഭാവന ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് വെരി വെൽ റിസീവ്ഡ് ആൻഡ് വെൽ അക്ലെയിംഡ്. അതിനുശേഷം ED അതുപോലത്തെ ഒരു സിനിമയിൽ സുരാജേട്ടന്റെ ബ്രില്യൻ്റ് ആയ പെർഫോമൻസും വളരെ വലിയ രീതിയിൽ അംഗീകാരം കേട്ട ഒരു പെർഫോമൻസ് ആണ്. ആൻഡ് ഈ രണ്ട് സിനിമയുടെ ഡയറക്ഷന് ശേഷം ആമിർ എടുക്കുന്ന പുതിയ ഒരു ചുവട്, ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളുടെ മുന്നിൽ കൊണ്ടുവരിക. Well, it's a big step. Can we give him a loud round of applause for doing this? സോ സമയം കളയാതെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനെ ലോഞ്ച് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ നമ്മളുടെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് അത് മറ്റാരുമല്ല, 2011 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുമായി എത്തി. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മലയാളത്തിലായാലും തമിഴിലായാലും മറ്റു ഭാഷയിലായാലും എത്രയോ സൂപ്പർ ഹിറ്റ് movies has been produced by this company, distributed by this company, and our experience in Shasham in the Kerala Film Producers Association as Secretary, Kerala Film Distributors Association President. I'm talking about the man behind Magic Frames. Ladies and gentlemen, let's give it up for producer and distributor Liston Stephen. Swagatham Liston. Sugano. ഓക്കെ, അപ്പം ഒരു തലതൊട്ടപ്പെന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിനെ വിളിക്കാം അല്ലെ. അധികം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ക്ലോസ് ടു 24-25 years ആയി ഒരു പ്രൊഡ്യൂസർ എന്ന രൂപത്തിലും ഭാവത്തിലും ലിസ്റ്റിൻ. അപ്പോൾ ആമിർ ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ലോഞ്ച് ചെയ്യാൻ വി ഹാവ് ലിസ്റ്റിൻ. കൻ ഐ പ്ലീസ് ഹാവ് ദ റിമോട്ട് പ്ലീസ്? ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്. ലിസ്റ്റിൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതങ്ങ് ലോഞ്ച് ചെയ്തോളൂ. നല്ലൊരു ഐഡിയ ആവാം. ഇതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് പോലും അറിയില്ല. നമുക്ക് നോക്കാം.
സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്. യെസ്, സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നാണ് നമ്മളുടെ ആമർ പള്ളിക്കലിന്റെ ഈ ഒരു മൂവി പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ആമർ ഇത് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് തന്നത്. നേരെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഒരു ഏലിയനൊക്കെ ഇറങ്ങി വരേണ്ടി വന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റർവെൻഷൻ ആയിരുന്നു. അതുകൊണ്ടാണോ സ്റ്റുഡിയോ ഔട്ട്സൈഡർ എന്ന പേര് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ലിസൺ, ഇഫ് യു കുഡ് പ്ലീസ് കം ഫോർവേഡ്.